ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആചാരവും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സുപ്രധാന ഭാഗമാണ്. അത് നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നതുമാണ്, അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്നതുമാണ്. അത്തരത്തിൽ ചില വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തെ പോസിറ്റീവ് ഊർജം നിറഞ്ഞതാക്കി തീർക്കുകയും പുരോഗതിയിലേക്ക് നയിക്കാൻ പര്യാപ്തമാർന്നതുമാണ്. അത്തരത്തിലൊരു വിശ്വാസമാണ് ഉപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസം. ആചാരവിശ്വാസങ്ങളുടെ ഭാഗമായി ഉപ്പ് ചില പ്രത്യേക ദിവസങ്ങളിൽ നമ്മൾ അറിയാണ്ട് പോലും വാങ്ങുവാൻ പാടില്ല എന്നതാണ്. മറ്റു ചില ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ഉപ്പ് വാങ്ങുകയാണ് എങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് നമ്മൾ പാത്രീഭൂതരാകുകയും തന്നിമിത്തം സാമ്പത്തികമായി വലിയൊരു ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയും നമ്മുടെ ഗൃഹം തേടി എത്തും എന്നുള്ളതുമാണ് വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പിന്നാമ്പുറമാണ് നമ്മളിന്ന് അന്വേഷിക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യം മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഉപ്പ് എന്ന് പറയുന്നത് കേവലം ഒരു ഭക്ഷ്യവസ്തു മാത്രമല്ല. ഉപ്പ് നമ്മുടെ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്നതിനും വലിയ അളവിൽ പ്രാധാന്യം വഹിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ജലാംശത്തെ നിലനിർത്തുവാനും പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനും നാഡീപ്രവർത്തനങ്ങളെ ഉജ്ജ്വലിപ്പിക്കുവാനും ഉപ്പിനുള്ള പങ്ക് വളരെ വലുതാണ്. ആരോഗ്യത്തിനും രുചിക്കും ഉപ്പ് എപ്രകാരം പ്രധാനപ്പെട്ടതാണോ അതുപോലെ ആചാരവിശ്വാസത്തിലും ഉപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ എല്ലാം ഗൃഹങ്ങളിൽ ഉപ്പ് എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു വസ്തുവാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ഗൃഹത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട വസ്തുവുമാണ്. ഉപ്പിനൊരിക്കലും നമ്മുടെ ഗൃഹത്തിൽ ക്ഷാമം നേരിടുവാൻ പാടില്ല. അത് കൊടിയ ദാരിദ്ര്യം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് കരുതിപ്പോരുന്നത്. ഉപ്പ് എപ്പോഴും നമ്മുടെ ഗൃഹത്തിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ഉപ്പ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ഒരു വസ്തുവായിട്ടാണ്, അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ഒരു വസ്തുവായിട്ടാണ് പണ്ടുകാലം മുതൽക്ക് തന്നെ സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉപ്പിന് നമ്മുടെ ഗൃഹത്തിൽ കുറവ് സംഭവിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ അസാന്നിധ്യമായിട്ടാണ് പണ്ട് മുതൽക്ക് കരുതിപ്പോരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഉപ്പ് നമ്മുടെ ഗൃഹത്തിൽ തീരുന്നതിന് മുൻപ് തന്നെ മുൻകൂർ നമ്മൾ വാങ്ങി അത് സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ ഉപ്പ് വാങ്ങുന്ന ദിവസത്തെ ചൊല്ലി ചില വിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിലൊന്നാണ് ചില പ്രത്യേക ദിവസങ്ങളിൽ കല്ലുപ്പ് അല്ലെങ്കിൽ ഉപ്പ് നമ്മുടെ ഗൃഹത്തിൽ വാങ്ങുവാൻ പാടില്ല. ആചാരവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ്, പൊടിയുപ്പല്ല. അപ്പോൾ കല്ലുപ്പ് തന്നെ നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി ആരോഗ്യദായകമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ഉപ്പ് വാങ്ങുവാൻ പാടില്ല. ഇത് വാങ്ങുന്നതിലൂടെ ശനിദേവന്റെ കോപത്തിന് അത് പാത്രീഭവിക്കും എന്നുള്ളതാണ്. കടവും ദുഃഖവും ദാരിദ്ര്യവും ശനിയാഴ്ച ദിവസങ്ങളിൽ ഉപ്പ് ഗൃഹത്തിലേക്ക് വാങ്ങിയാൽ അത് പെരുകാൻ ഇടവരും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ഉപ്പ് മാത്രമല്ല കേട്ടോ, കറുത്ത എള്ള്, ഉഴുന്ന്, ഈ വക കാര്യങ്ങളും ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് മേടിക്കുവാനും പാടില്ല. മാത്രമല്ല ഇരുമ്പ് ഉപകരണങ്ങൾ, ഇരുമ്പ് വസ്തുക്കൾ, അതും ശനിയാഴ്ച ദിവസം നമ്മുടെ ഗൃഹത്തിലേക്ക് മേടിക്കുവാനും പാടില്ല. എന്നാൽ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ തന്നെ ശനിയാഴ്ച ദിവസം ദാനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിലേക്ക് ദാനം ചെയ്യുന്നതിൽ യാതൊരു വിലക്കുമില്ല. ഈ വസ്തുക്കൾ വാങ്ങരുത് എന്ന് പറയുന്നത് വാങ്ങി നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ളതാണ്. നമുക്ക് വാങ്ങാം, പക്ഷെ അത് നമ്മുടെ ഗൃഹത്തിലേക്ക് വേണ്ടിയിട്ട് വാങ്ങാതിരിക്കാം. ക്ഷേത്രകാര്യങ്ങൾക്കോ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതിനോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇരുമ്പ് വസ്തുക്കളോ ഉഴുന്നോ അതുമല്ലെങ്കിൽ എള്ളോ ഒക്കെ വാങ്ങുന്നതിൽ യാതൊരു തെറ്റുമില്ല. മാത്രമല്ല ഇരുമ്പ് ഉപകരണങ്ങൾ, ഉഴുന്ന്, എള്ള്, ഈ വക കാര്യങ്ങൾ നമ്മൾ ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം വാങ്ങി സമർപ്പിക്കുകയാണ് എങ്കിൽ നമ്മുടെ ശനിദോഷം ആ ക്ഷേത്രത്തിൽ പിടിക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ക്ഷേത്ര ദേവത നമ്മുടെ ശനിദോഷത്തെ ലഘൂകരിക്കുന്നതാണ്. ശനിദേവന്റെ പ്രീതിയും കടാക്ഷവും ക്ഷേത്രങ്ങളിൽ ഈ വസ്തുക്കൾ, ശനിക്ക് പ്രിയങ്കരമായ ഈ വസ്തുക്കൾ ദാനം ചെയ്യുന്നതിലൂടെ നമുക്ക് വന്നെത്തുന്നതാണ്. അപ്പൊ ക്ഷേത്രങ്ങളിലേക്ക് ശനിയാഴ്ച ദിവസം ഈ വസ്തുക്കൾ നമുക്ക് ദാനം ചെയ്യാം. ശനിയാഴ്ചകളിൽ ഈ വസ്തുക്കൾ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുവാനും പാടില്ല. നമുക്കത് ദാനം കിട്ടിയാലോ നമ്മൾ സ്വീകരിക്കാനും പാടില്ല. ഈ ഉപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വിശ്വാസം, ഉപ്പൊരിക്കലും നമ്മൾ കടം കൊടുക്കുവാൻ പാടില്ല. ഉപ്പ് കടമായിട്ടേ കൊടുക്കുവാൻ പാടില്ല.
അതുപോലെ ഉപ്പ് നമ്മുടെ കൈകളിൽ വാരിയിട്ട് ആർക്കും ദാനം കൊടുക്കുവാനും പാടില്ല. ഇത് നമ്മുടെ സമ്പത്ത് അല്ലെങ്കിൽ നമ്മിലുള്ള ലക്ഷ്മി കടാക്ഷം, ലക്ഷ്മി ചൈതന്യം കുറയുന്നതിന് കാരണമാകും എന്നുള്ളതാണ്. മാത്രമല്ല ഉപ്പ് നമ്മുടെ കൈകളിലേക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് ഊർജത്തെ ആ ഉപ്പ് അത് സ്വാംശീകരിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ നമ്മൾ ഉപ്പ് മറ്റൊരാൾക്ക് കൈകൾ കൊണ്ട് വാരി കൊടുക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ശരീരത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തുള്ള ആ ഒരു നെഗറ്റീവ് എനർജി ആ ഒരു വ്യക്തിയിലേക്ക്, അത് സ്വീകരിക്കുന്ന വ്യക്തിയിലേക്ക് ആദേശം ചെയ്യും എന്നുള്ളതാണ് ഒരു വിശ്വാസം. ആ ഒരു വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉപ്പ് വെറും കൈകൾ കൊണ്ടിട്ട് വാരി നമ്മൾ കൊടുക്കുവാൻ പാടില്ല. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ അപ്പോഴും അത് ദാനമായിട്ട് നിങ്ങൾ ഒരിക്കലും കൊടുക്കാതിരിക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് വാങ്ങാനുള്ള പണം നിങ്ങൾക്ക് ഒരാൾക്ക് സംഭാവനയായിട്ട് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ വെറുതെ കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ മറ്റൊരാൾക്ക് ഭക്ഷ്യസാധനങ്ങൾ, ഉപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങി സൗജന്യമായിട്ട് നൽകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. പാക്കറ്റ് ഉപ്പ് വാങ്ങി സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ പാക്കറ്റ് ഉപ്പ് വാങ്ങി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നിരിക്കലും ചിലരത് ചെയ്യാറില്ല. ഉപ്പിന് വേണ്ടുന്ന പണം അല്ലെങ്കിൽ ധനം അവരത് വെവ്വേറെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചൂല്, ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ ഭേദം അവ വാങ്ങുന്നതിനുള്ള സമ്പത്ത് അല്ലെങ്കിൽ പണം നൽകി അവരെ സഹായിക്കുകയാണ് നല്ലത് എന്നുള്ളതാണ് വിശ്വാസപരമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുക. അപ്പോൾ ഉപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. നമുക്ക് ശമ്പളം കിട്ടുമ്പോഴോ അതുമല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടൊരു വലിയ തുക നമുക്ക് ലഭിച്ചു, അപ്പോൾ ആ ഒരു ധനം നമ്മുടെ കൈകളിലേക്ക് വന്ന ആ ഒരു സമ്പത്ത് അതൊരു വലിയ എമൗണ്ട് ആണ് എങ്കിൽ അത് ദുർച്ചിലവായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നമ്മിൽ നിന്ന് നഷ്ടം വന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ധനം കൊണ്ട് ഇരട്ടി ലാഭം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത്, കുറച്ച് ധനം എടുത്ത് നമ്മൾ ഉപ്പ് വാങ്ങിയാൽ മതിയാകുമെന്നൊരു വിശ്വാസമുണ്ട്. ഈ ഒരു ധനത്തിൻ്റെ ആദ്യ പങ്ക് നമ്മൾ ഉപ്പ് വാങ്ങി അത് വ്യയം ചെയ്യുമെങ്കിൽ ആ ധനം ഒരിക്കലും ദുർവ്യയമായി പോയില്ല. ഇനി ശനിയാഴ്ച ദിവസം ഉപ്പ് വാങ്ങാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലേ. ആഴ്ചകളിൽ 2 ദിവസം ഉപ്പ് വാങ്ങുന്നതിന് ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ഒരു കവർ ഉപ്പെങ്കിലും മേടിക്കുമെങ്കിൽ അത് അത്യധികം ഐശ്വര്യപ്രദമാണ്. അതിലേറ്റവും ഉത്തമമായ ഉചിതമായ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ്. മറ്റൊന്ന് ചൊവ്വാഴ്ചയാണ്. വെള്ളിയും ചൊവ്വയും ദിനങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ഉപ്പ് മേടിക്കുകയാണ് എങ്കിൽ നമ്മെ ബാധിച്ചിട്ടുള്ള കടബാധയും കടദോഷങ്ങളെല്ലാം അകന്നു പോകുന്നതാണ്. മാത്രമല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നമുക്ക് ഉണ്ടാകുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ പ്രത്യേകമായ അനുഗ്രഹത്തിന് നമ്മളുടെ ഗൃഹം അല്ലെങ്കിൽ നമ്മൾ പാത്രീഭവിക്കാം. നമ്മുടെ ഗൃഹത്തിൽ സമ്പത്തും സമാധാനവും ആരോഗ്യവും വർദ്ധിക്കുന്നതിന് വെള്ളി ചൊവ്വ ദിനങ്ങളിൽ ഉപ്പ് മേടിച്ചാൽ മതി എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ എന്നെങ്കിലും നമ്മൾ ഉപ്പ് മേടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വെള്ളിയാഴ്ചകൾ, ചൊവ്വാഴ്ചകൾ, ഇതിലേതെങ്കിലുമൊക്കെ ദിവസങ്ങളിൽ ഉപ്പ് കടയിൽ നിന്ന് മേടിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. ഉപ്പ് എപ്പോഴും നമ്മുടെ ഗൃഹത്തിൽ തീരുന്ന ഒരു പലവ്യഞ്ജന വസ്തുവാണ്. ഒരു കവർ കല്ലുപ്പൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പരമാവധി ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് ചിലപ്പോൾ, അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടൊക്കെ നമുക്കത് ഉപയോഗിച്ച് തീർക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ളപ്പോൾ പുതിയ കവർ ഉപ്പ് നമ്മൾ മേടിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് വെള്ളി ചൊവ്വ ദിവസങ്ങളായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഗൃഹത്തിൽ ഉപ്പിന് ഒരിക്കലും ക്ഷാമം ഉണ്ടാകാൻ പാടില്ല. മുന്നേ സൂചിപ്പിച്ചതുപോലെ ഉപ്പ് കുറയുന്നതിന് മുൻപ് തന്നെ നമ്മൾ പുതിയ കവർ ഉപ്പ് വാങ്ങി അത് സംഭരിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ. അതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടിയും ഭാഗമാണ്. ഉപ്പെന്നുള്ളത് ദിനവും നമ്മൾ കൈകാര്യം ചെയ്യുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. ഉപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഈ വിശ്വാസങ്ങളൊക്കെ തന്നെ നമ്മെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ചില വിശ്വാസങ്ങളാണ്. അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടും നല്ല ചിന്തകളോടും ഈശ്വര വിശ്വാസത്തോടും കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്മി കടാക്ഷവും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും നാളിൽ നാളിൽ വർദ്ധിക്കുന്നതിന് അത് കാരണമാകും. അപ്പോൾ ഉപ്പ് വാങ്ങുന്നത് ശനിയാഴ്ച ദിവസം ഒഴിവാക്കി ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നമ്മളത് വാങ്ങുകയാണ് എങ്കിൽ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ആരോഗ്യത്തിൻ്റെയും കാര്യത്തിൽ വലിയൊരു ഉയർച്ച തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കഷ്ടവും ദുരിതവും അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ അറിവുകൾ അവർക്ക് കൂടി പകർന്നു കൊടുക്കുക. അല്ലാത്ത പക്ഷം ഈ വീഡിയോ അവരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.